ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാസ്റ്റർ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 2020 ഫെബ്രുവരിയിൽ നടന്ന കാറ്ററ്റ് കാറ്റഗറി 4ൻ്റെ സൈക്കോളജി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെടുത്തി വികാസത്തിൽ ഒരു സമീപ വികാസ മേഖല ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെടുത്തി വികാസത്തിൽ ഒരു സമീപ വികാസ മേഖല ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ഓപ്ഷനിൽ കൊടുത്തുള്ളത് നമുക്ക് നോക്കാം. ലെവ് വൈഗോട്സ്കി, നോം ചോംസ്കി, E.L. തൊണ്ടേക്ക്, B.F. സ്കിന്നർ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെടുത്തി വികാസത്തിൽ ഒരു സമീപ വികാസ മേഖല ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ലെവ് വൈഗോട്സ്കി ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് ലെവ് വൈഗോട്സ്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അലോക് എന്ന 6ാം ക്ലാസ്സുകാരൻ കഴിഞ്ഞ ഒരു മാസമായി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോഴും അവന് സ്വയം സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നില്ല. ഇത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടതാണ്? താഴെയുള്ള ഓപ്ഷനിൽ നമുക്ക് നോക്കാം. വായനാ വൈകല്യം, ആലേഖന വൈകല്യം, നാമവൈകല്യം, പ്രയോഗ വൈകല്യം. ഏതാണ്? വായനാ വൈകല്യമാണോ? സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നില്ല, അത് വായനാ വൈകല്യമല്ലോ. ആലേഖന വൈകല്യമാണോ? അതുമല്ല. നാമവൈകല്യമാണോ? പറയാൻ ഉച്ചരിക്കാനൊക്കെ കഴിയുന്ന അല്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ പ്രയോഗ വൈകല്യം അതല്ലേ ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ പ്രയോഗ വൈകല്യം എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യന്: സർഗാത്മകത സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായിട്ടാണ്? സർഗാത്മകത സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായിട്ടാണ്? ഓപ്ഷന് മാതൃക രൂപീകരണം, 2 അനുരൂപീകരണം, സംവ്രജന ചിന്ത, വിവ്രജന ചിന്ത. സർഗാത്മകത കേട്ടോ ഏതാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വിവ്രജന ചിന്ത, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് സർഗാത്മകത. ഓക്കെ. അടുത്തത് നാലാമത്തെ ചോദ്യം: പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ടവുമായി ബന്ധപ്പെടുത്തി കുട്ടി വസ്തുസ്ഥിരത കൈവരിക്കുന്ന ഘട്ടം. പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ടവുമായി ബന്ധപ്പെടുത്തി കുട്ടി വസ്തുസ്ഥിരത കൈവരിക്കുന്ന ഘട്ടം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ദ്രിയ ചാലഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇന്ദ്രിയ ചാലഘട്ടം. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം: ബഹുവികൽപ്പ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തപ്പെടുന്ന കുട്ടികളുടെ കഴിവ്. ബഹുവികൽപ്പ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തപ്പെടുന്ന കുട്ടിയുടെ കഴിവ് ഏതാണ്? ശരിയായ ഉത്തരം തിരിച്ചറിയാനുള്ള കഴിവ്, ശരിയായ ഉത്തരം വിശകലനം ചെയ്യാനുള്ള കഴിവ്, ശരിയായ ഉത്തരം രൂപീകരിക്കാനുള്ള കഴിവ്, ശരിയായ ഉത്തരം വിശദീകരിക്കാനുള്ള കഴിവ്. ഏതാണ് ആൻസർ? ശരിയായ ഉത്തരം തിരിച്ചറിയാനുള്ള കഴിവ്, അതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് ആറാമത്തെ ചോദ്യം: ശ്രദ്ധ നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ എന്നിവയാണ് നിരീശ്വര പഠനത്തിന്റെ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് നിർദ്ദേശിച്ചത് ആരാണ്? ഏതൊക്കെയാണ്? ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ എന്നിവയാണ് നിരീക്ഷണ പഠനത്തിന്റെ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് നിർദ്ദേശിച്ചത് ആരാണ്? അതായത് നിരീക്ഷണ പഠനത്തിന്റെ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് എറിക് എറിക്സൺ, ആൽബർട്ട് ബന്ദുര, ഡേവിഡ് ആസ്ബെൽ, വോൾഫ്ഗാങ് കോഹ്ലർ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നിരീക്ഷണ പഠനം ആൽബർട്ട് ബന്ദുര അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഏഴാമത്തെ ചോദ്യം: ഗ്രേഡിംഗ് എന്ന വാക്കുണ്ടായിട്ടുള്ളത് ഗ്രാഡസ് എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം ഡാഷ് എന്നാണ്. ഏതാണ്? ഗ്രേഡിംഗ് എന്ന വാക്കുണ്ടായിട്ടുള്ളത് ഗ്രാഡസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം ഡാഷ് എന്നാണ്. അവിടെ ഏതാണ് പൂരിപ്പിക്കാനുള്ളത് നോക്കാം. ഓപ്ഷൻ പടി എന്നുണ്ട്, വിജയം, അളക്കുക, വിലയിരുത്തുക. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഗ്രേഡിംഗ് എന്ന വാക്കിന്റെ അർത്ഥം പടി എന്നാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് പടി. അടുത്തത് എട്ടാമത്തെ ചോദ്യം: 5ാം ക്ലാസ്സുകാരിയായ ഫെമിനക്ക് വളരെ എളുപ്പത്തിൽ 4x10 ഉത്തരം മനക്കണക്കായി 40 എന്ന് പറയാൻ കഴിയും. എന്നാൽ ചുവടെയുള്ള വഴിക്കണക്ക് രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ കഴിയുന്നില്ല. ചോദ്യം ഇതാണ്: ഒരു റീഫിൽ പേനയുടെ വില 10 രൂപയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള 4 പേനകളുടെ വില എന്ത്? ഇതിന് എന്തായിരിക്കും കാരണം എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഓപ്ഷൻ കൊടുത്തുള്ളത് നോക്കാം. അവൾക്ക് ഗുണനപ്പട്ടിക അറിയില്ല, അവൾക്ക് വഴിക്കണക്കുകളെ ഭയമാണ്, ഗുണന പ്രക്രിയകളെക്കുറിച്ച് ധാരണയില്ല, ഗുണന പ്രക്രിയകൾ പ്രായോഗികമായി നിർവഹിക്കുന്നതിനുള്ള അനുഭവങ്ങൾ വഴിക്കണക്കുകളിലൂടെ ലഭ്യമാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ
ഗുണന പ്രക്രിയകൾ പ്രായോഗികമായി നിർവഹിക്കുന്നതിനുള്ള അനുഭവങ്ങൾ വഴിക്കണക്കുകളിലൂടെ ലഭ്യമാക്കിയിട്ടില്ല. അതാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് 9ാമത്തെ ചോദ്യം. മനു ശിക്ഷയെ ഭയന്നാണ് അനുസരണ കാണിക്കുന്നത്. ധാർമ്മിക വികാസത്തിന്റെ ഏത് തലത്തിലാണ് അവനുള്ളത്? മനു ശിക്ഷയെ ഭയന്നാണ് അനുസരണ കാണിക്കുന്നത്. ധാർമ്മിക വികാസത്തിന്റെ ഏത് തലത്തിലാണ് അവനുള്ളത്? ഓപ്ഷൻ നോക്കാം. പൂർവ്വ വ്യവസ്ഥാപിത തലം, വ്യവസ്ഥാപിത തലം, വ്യവസ്ഥാപനാന്തര തലം, അവസ്ഥാപിത തലം. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? പൂർവ്വ വ്യവസ്ഥാപിത തലമുണ്ട്, വ്യവസ്ഥാപിത തലമുണ്ട്, വ്യവസ്ഥാപിതാനന്തര തലമുണ്ട്, അവ്യവസ്ഥാപിത തലമുണ്ട്. ഏതാണ്? പൂർവ്വ വ്യവസ്ഥാപിത തലം. ഒന്നാമത്തെ ആൻസർ കേട്ടോ. അതാണ് ആൻസറായിട്ട് വരുന്നത്. ഒന്നാമത്തെ ഓപ്ഷനാണ് ആൻസറായിട്ട് വരുന്നത്. 10ാമത്തെ ചോദ്യം. പ്രത്യേക ചിന്താ നൈപുണ്യങ്ങൾ പ്രയോജനപ്പെടുത്തി ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ് വിവ്രജന ചിന്ത, സംവ്രജന ചിന്ത, വിമർശനാത്മക ചിന്ത, ക്രിയാത്മക ചിന്ത. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? പ്രത്യേക ചിന്താ നൈപുണ്യങ്ങൾ പ്രയോജനപ്പെടുത്തി ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ഇത് സംവ്രജന ചിന്ത. ആൻസറായിട്ട് വരുന്നത് ഏതാണ്? സംവ്രജന ചിന്ത എന്നുള്ളതാണ്. അടുത്തത് 11ാമത്തെ ചോദ്യം. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസഘട്ടത്തിൽ പെടാത്തത് ഏതാണ്? ബ്രൂണറുടെ വൈജ്ഞാനിക വികാസഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രവർത്തനഘട്ടം, അനുരൂപീകരണ ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? അനുരൂപീകരണ ഘട്ടം കേട്ടോ. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടമൊക്കെ ബ്രൂണറുടെ വൈജ്ഞാനിക വികാസത്തിൽ പെടുന്നതാണ്. പെടാത്തത് ഏതാണ്? അനുരൂപീകരണ ഘട്ടമാണ് കേട്ടോ. 12ാമത്തെ ചോദ്യം. എബ്രഹാം മാസ്ലോ 1954 വിപ്രേരണയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വിശദീകരിച്ചപ്പോൾ അടിസ്ഥാനമാക്കിയത് ഏതാണ്? സമ്മാനങ്ങൾ, ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ, ഉദ്ദേശ്യങ്ങൾ. ഏതാണ്? എബ്രഹാം മാസ്ലോ 1954 അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വിശദീകരിച്ചപ്പോൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? ആവശ്യങ്ങളാണ് അല്ലേ ആൻസറായിട്ട് വരുന്നത്? ആവശ്യങ്ങൾ. അടുത്തത് 13ാമത്തെ ചോദ്യം. ഭാഷയുടെ അവികസിത രൂപം ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തിലാണ് എന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ വൈഗോട്സ്കി, ഓപ്ഷൻ ബി തോണ്ടേക്ക്, ഓപ്ഷൻ സി ജീൻ പിയാഷെ, ഓപ്ഷൻ ഡി നോം ചോംസ്കി. ഏതാണ്? നോം ചോംസ്കി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് 14ാമത്തെ ചോദ്യം. പ്രതിഭാധനരായ കുട്ടികളെ കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് മുൻകൈയെടുത്തത് ആരാണ്? പ്രതിഭാധനരായ കുട്ടികളെ കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് മുൻകൈയെടുത്തത് ആരാണ്? ടെർമാൻ, സ്പിയർമാൻ, തേഴ്സ്റ്റൺ, ടൊണ്ടേക്ക്. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? പ്രതിഭാധനരായ കുട്ടികളെ കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് മുൻകൈയെടുത്തത് ആരാണ്? ടെർമാൻ ആണല്ലേ. അടുത്തത് 16ാമത്തെ ചോദ്യം. 6ാം ക്ലാസ്സുകാരിയായ അജിന ഗണിത പഠനത്തിൽ വളരെ പിന്നിലാണ്. അധ്യാപിക അവൾ ഗണിത പഠനത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ വിശകലനം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിന് അധ്യാപകർക്ക് ഉപയോഗിക്കാവുന്നത് സിദ്ധിശോധകം, നിദാനശോധകം, പ്രകടനശോധകം, പ്രോഗസ്റ്റോറ്റിക് ശോധകം. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഗണിത പഠനത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ വിശകലനം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിന് അധ്യാപകർക്ക് ഉപയോഗിക്കാവുന്നത് ഏതാണ്? നിദാന ശോധകം കേട്ടോ. അതാണ് ആൻസറായിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ തന്നെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അടുത്ത കൂട്ടുകാർക്ക് കൂടി എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.